മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറെ ആൾക്കാർക്ക് വൈറസ് ബാധിച്ചില്ലായിരുന്നോ? അവരെ എല്ലാവരെയും അന്ന് രാത്രിയിൽ തന്നെ എന്തോ മരുന്നുകൂട്ടുകൾ കൊണ്ട് ലിയോൺ ശരിയാക്കിയിട്ടുണ്ട്. ശേഷം രണ്ടുപേരും കൂടി വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കുമ്പോൾ ചെറുതായിട്ടൊരു പാട്ട് മൂളിക്കൊണ്ടാണ് ലിയോൺ നടക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഷിന്നും സൈക്കിളും ചവിട്ടി പാട്ടും പാടി അതിലേക്കൂടെ വരുന്നത്. അതും നമ്മുടെ ലിയോൺ പാടുന്ന അതേ പാട്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതും പറഞ്ഞ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും ദേ നമ്മുടെ ഷിന്ന് ലിയോണിനെ കണ്ടുമുട്ടിയതും നമ്മുടെ ഷിന്നിന്റെ അവസ്ഥ പറയണ്ടല്ലോ. സന്തോഷം സഹിക്കാനാവാതെ ചാടിത്തുള്ളി ഓടി വന്ന് അവൻ ലിയോണിനെ കെട്ടിപ്പിടിക്കുന്നു. എവിടെയായിരുന്നു ഇത്രയും നാള്? നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയില്ലേ? ഡാ, നീ ഒന്ന് ക്ഷമിക്ക്. ഒരു ദിവസം കൊണ്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവോ? പരാതിയും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോഴാണ് അവൻ നമ്മുടെ ലീറാങ്ങിനെ കാണുന്നത്. ആദ്യം അവനത് വിശ്വസിക്കാനേ ആയില്ല. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു ലീറാങ്. അതും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെന്നതും ചെക്കൻ അവനിട്ടൊരു ഒറ്റ ചവിട്ട്. നീ എന്തുവടായി ചെയ്തത്? നിനക്കറിയോ ഞാൻ ഇവിടെ വന്നത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയാ. അതും പറഞ്ഞ് അവിടെ ഇരുന്ന് നിലവിളിയോടെ നിലവിളി. ഒരു വിധത്തിലാണ് ലിയോൺ അവനെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് വിളിച്ചോണ്ട് പോകുന്നതും. എന്തായാലും 3 പേര് ഒരുമിച്ചായിട്ടുണ്ട്. അടുത്ത ഷോട്ടിൽ മ്യൂക്കിനെയാണ് കാണിക്കുന്നത്. നേരത്തെ വൈറസ് ബാധിച്ച ഒരു പെണ്ണിനെ അവൻ പിടിച്ചോണ്ട് പോയില്ലേ? അവളെ വെച്ച് അടുത്തതായിട്ട് എന്ത് വലിയൊരു കാര്യം അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ആ പെണ്ണിനെ ഒരു ശവപ്പെട്ടിലാക്കി കുഴിച്ചിടാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ആരോ ആദ്യ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത്. അത് വേറെ ആരുമല്ല, ഹോങ്ജു ആയിരുന്നു. മാസ്ക് ഇട്ട ആളെ കണ്ടുപിടിക്കണമെന്ന് ലിയോൺ അവളോട് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ അവളിപ്പോൾ അവനെ കണ്ടെത്തിയിരിക്കുകയാണ്. നിനക്കൊരു മാറ്റം ഇല്ലല്ലോ ഹോങ്ജു. നിനക്കെന്താ ലിയോണുമായിട്ട് പ്രശ്നം? ഹോങ്ജു, നിനക്ക് പണ്ടറിയാവുന്ന മ്യൂക്ക് അല്ല ഞാൻ. ലിയോണിന്റെ കാര്യം അങ്ങനെ തന്നെ. പിന്നെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അവനത് പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. നീ ജീവനോടെ ഇരിക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹോങ്ജുവിന്റെ ഹോട്ടലാണ് കാണിക്കുന്നത്. വരുന്ന അതിഥികൾക്കായിട്ട് പാട്ട്, ഡാൻസ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അവിടെ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് ജാപ്പനീസ് പട്ടാളക്കാർ അവിടെയുള്ള പെൺകുട്ടികളെ മുഴുവൻ ശല്യം ചെയ്യുകയാണ്. ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഹോങ്ജുവിനാണെങ്കിൽ അത് തീരെ പിടിച്ചില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള പെൺകുട്ടികളല്ല അവർ, കലാകാരികളാണ്. അപ്പോ ഞാൻ പൈസ തന്നാലോ? ഇന്ന് രാത്രിയിലത്തേക്ക് എനിക്ക് ഈ പെണ്ണിനെ വേണം. സമ്മതിച്ചില്ലെങ്കിൽ എന്റെ തോക്ക് വെച്ച് ഇവളുടെ തല ഞാൻ പൊളിക്കും. ഹോങ്ജുവിനാണെങ്കിൽ അയാളെ പ്രവർത്തികൾ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശരി, ഇന്ന് രാത്രിയിൽ അവൾക്ക് പകരം ഞാൻ വരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. മദ്യം കുടിക്കുന്ന മത്സരത്തിൽ നീ എന്നെ തോൽപ്പിക്കണം. അത് കൊള്ളാലോ. പക്ഷേ ഞാൻ ജയിച്ചാല് ഈ പെണ്ണിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ 2 പേരും മത്സരത്തിന് തയ്യാറാകുന്നു. ഇവിടെ ഇതേ സമയം ലിയോൺ കൊടുത്ത ഫുഡൊക്കെ വലിച്ചു വാരി തിരികെയാണ് ഷിൻ. വയറ് നിറച്ച് അവൻ ആഹാരം കഴിച്ചിട്ട് തന്നെ ഒരുപാട് ദിവസമായല്ലോ. ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ദയവ് ചെയ്ത് എനിക്കൊരു തോക്ക് മേടിച്ചതാ. ആ ജാപ്പനീസ് പട്ടാളക്കാർക്കെതിരെ എനിക്ക് പോരാടണം. ഷിൻ, നമ്മൾ ഇവിടെ വന്നത് ഒരു ദൗത്യത്തിനാണ്. ഇപ്പോ ആ കല്ല് എന്റെ കയ്യിലുണ്ട്. പക്ഷേ മുഖംമൂടിയിട്ട ആ മനുഷ്യൻ, അവനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവനെയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ സമയമാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പോകും. നമ്മൾക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെയാണെങ്കിൽ എനിക്ക് ബോർ അടിച്ചിട്ട് പാടില്ല. ഒരു വൈഫൈ കണക്ഷൻ ഇല്ല, മിന്റ് ഐസ്ക്രീം ഇല്ല. പിന്നെ എന്റെ ജിയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ലീറാങ്ങിനെ കാണാൻ പറ്റിയല്ലോ. ഡാ, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയാവോ? കണ്ടാ പെറ്റ തള്ള സഹിക്കൂല. ഞാൻ കരുതിയിരുന്നത് ഞാൻ ഇല്ലെങ്കിലും അവൻ നന്നായിട്ട് ജീവിക്കുമെന്നാ. എന്നാ ഞാൻ കണ്ടപ്പോഴോ അവനൊരു കൊള്ള സംഘത്തിന്റെ തലവനായിരുന്നു. ഇവിടെ വിട്ട് പോകാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 1 മാസത്തിന് ശേഷം ഇവിടുന്ന് പോകേണ്ടി വന്നാൽ പിന്നെ എനിക്ക് അവനെ കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ പോകാൻ പോകുന്ന കാര്യം ലീറാങ്ങിനോട് ഉടനെ പറയണം. എന്നാൽ ഇവരെ സംസാരിക്കുന്ന മുഴുവനും വെളിയിൽ നിന്ന് ലീറാങ് കേൾക്കുന്നുണ്ടായിരുന്നു. ലിയോൺ പോകാൻ പോകുകയാണെന്ന് അറിഞ്ഞതും അവൻ സഹിക്കാനായില്ല. ഇതേ സമയം പുറത്തെന്തോ ബഹളം കേട്ടുകൊണ്ടാണ് ലിയോണും ഷിനും കൂടെ ഇറങ്ങി വരുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴോ അകത്തായിട്ട് ഏതോ മത്സരം നടക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഹോങ്ജും പിന്നെ ആ പട്ടാളക്കാരൻ തമ്മിൽ. ആ പട്ടാളക്കാരുടെ ലീഡർ ആണെങ്കിൽ ആ പെണ്ണിന്റെ കൈ വെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ മത്സരം തുടങ്ങി. അത്രയും പട്ടാളക്കാരോടൊപ്പം നമ്മുടെ ഹോങ്ജു ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. എന്നാൽ മത്സരം തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പട്ടാളക്കാരിലെ ഓരോരുത്തരായിട്ട് കിറങ്ങി വീഴാൻ തുടങ്ങി. പക്ഷേ ഹോങ്ജു ആണെങ്കിൽ വാട്ടി പോലെ നിൽക്കുവാണ്. അവൾക്കതൊന്നും രോമത്തിൽ പോലും വീശിയില്ല. അവസാനം സകല പട്ടാളക്കാരും മയങ്ങി വീണതും മുഴുവൻ മദ്യവും കുടിച്ചുകൊണ്ട് ഹോങ്ജു വിജയിക്കുന്നു. എന്നാൽ ഇത് അങ്ങേർക്ക് പിടിച്ചില്ല. ആ ദേഷ്യത്തിന് അവിടെ ഇരുന്ന പെണ്ണിന്റെ മുഖം നോക്കി ഒരു ഒറ്റ അടി കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് വരെ പൊട്ടിപ്പോയി. ഇത് കണ്ട് ദേഷ്യം വന്ന ഹോങ്ജുവിന് വെറുതെ ഇരിക്കാനായില്ല. കാരണം പറഞ്ഞതുപോലെ മത്സരം തോറ്റെങ്കിൽ മിണ്ടാതിറങ്ങി പോകുകയല്ലേ വേണ്ടത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ലിയോണിന് നേരത്തെ അറിയാം ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അവന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. ഇതേ സമയം അടിച്ചു പൂക്കുറ്റിയായിട്ട് ആ പട്ടാളക്കാരൻ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയതും അത് നമ്മുടെ ഹോങ്ജു ആയിരുന്നു. നേരത്തെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കമ്പി പൊട്ടിപ്പോയില്ലേ? സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതെടുത്ത് അയാളുടെ കഴുത്തിൽ ചുറ്റി നിമിഷ നേരം കൊണ്ട് അയാളെ അവൾ കൊന്നുകളയുന്നു. ലിയോണിനുള്ളത് ഫോക്സിന്റെ പവർ അല്ലേ? അതുപോലെ തന്നെ ഹോങ്ജുവിനുള്ളത് ഒരു മൂങ്ങയുടെ പവർ
പവറാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന ലീറാങ്ങിനെയാണ്. നേരത്തെ ലിയോണും ഷിന്നും കൂടി സംസാരിക്കുന്നവൻ കേട്ടില്ലേ? ലിയോൺ തന്നെ വീട്ടിൽ പോകുകയാണെന്ന് അറിഞ്ഞതും ആ സങ്കടം സഹിക്കാനാവാതെ അവൻ ഇപ്പോൾ ഒരു ബാറിലാണ് വന്നിരിക്കുന്നത്. ലിയോണിനെ പറ്റി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. ശബ്ദം കേട്ട് നോക്കിയതും ആളെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി, നേരത്തെ അവനെ ടൈ കെട്ടാൻ സഹായിച്ച ഒരു പെണ്ണില്ലേ, അവള് തന്നെയാണ് ഇവള്. മാത്രവുമല്ല അവളൊരു മത്സ്യകന്യകയാണ്. വളരെയധികം ആസ്വദിച്ച് അവളുടെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുടിച്ച് വെളിവില്ലാതെ കുറെ അവന്മാര് വന്ന് അവളെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. ഇതെന്താ സർക്കസ് വല്ലതാണോ? ശരിക്കും ഇത് ഒറിജിനൽ വാല? ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. അതും പറഞ്ഞ് അയാൾ അവളെ തൊടാനായിട്ട് വന്നതും ലീറാങ് വന്ന് അയാളുടെ തല അടിച്ചു പൊടിച്ചത് ഒരുമിച്ചായിരുന്നു. പ്രശ്നത്തിന് വന്ന ബാക്കിയുണ്ടായിരുന്നവന്മാരെ അടിച്ചൊതുക്കി കളഞ്ഞു. അടിയുണ്ടായതും ബാറിൽ ബാക്കിയുണ്ടായിരുന്ന സകല എണ്ണ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോ അവളും ലീറാങ് മാത്രമാണ് അവിടെ ഉള്ളത്. നീ ശരിക്കും ഒരു മത്സ്യകന്യകയാണല്ലേ? അതെ, എന്റെ അമ്മ ഒരു മെർമെയ്ഡാ, അച്ഛൻ മനുഷ്യനും. നീ എന്തിനാ ഇവിടെ വന്നത്? കാരണം എനിക്കൊരു പാട്ടുകാരി ആവണം. ഒന്നെങ്കിൽ ഒരു മെർമെയ്ഡായിട്ട് ജീവിക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. അത്രയും പറഞ്ഞ് അവനോട് ഇറങ്ങി പോകുന്നു. എന്നാൽ അവന്റെ തൊട്ട് പിറകെ തന്നെ അവള് ചെല്ലുന്നു. ശേഷം അവളുടെ ശരീരത്തിൽ നിന്നും ഒരു സ്കെയിൽ എടുത്ത് അവന് കൊടുക്കുന്നു. ഇതെന്റെ ചിദംബല, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അത്രയും പറഞ്ഞ് അത് അവന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നു. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ അങ്ങനെ പറഞ്ഞതും ആ സ്കെയില് അവന്റെ പോക്കറ്റിലിരുന്ന് പ്രകാശിക്കുന്നു. പിന്നെ ഈ ടൈ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. നമ്മുടെ ലീറാങ്ങിന് എന്തോ ഒരു സ്പാർക്ക് അടിച്ചില്ലേ? ഇതേ സമയം ലീറാങ്ങിനെ കാണാതെ റൂമിൽ തേരാപ്പാര നടക്കുവാണ് നമ്മുടെ ലിയോങ്. എന്നാൽ കതക് തുറക്കുന്ന ശബ്ദം കേട്ട് അത് ലീറാങ്ങാണെന്ന് മനസ്സിലായതും അവൻ ഒറ്റച്ചാട്ടത്തിന്റെ ബെഡിൽ കയറി ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു. പക്ഷേ അത് നമ്മുടെ ലീറാങ്ങിന് കൃത്യമായിട്ട് മനസ്സിലായി. നീ എന്താ ഉറങ്ങാത്തത്? എവിടെ പോയതാ ഇതുവരെ? ഞാൻ അല്പം കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മിണ്ടാതെ കിടന്നുറങ്ങ്, നമുക്ക് നാളെ സംസാരിക്കാം. അവന്റെ മൂഡ് ശരിയല്ല എന്ന് മനസ്സിലായതും ലിയോണും അവിടെ കിടന്നുറങ്ങുന്നു. അടുത്ത ഷൂട്ടില് മിയൂക്കിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ഏതോ ഒരു ഗുഹ പോലുള്ള സ്ഥലത്തേക്കാണ് വന്നേക്കുന്നതും അവിടെ അസ്ഥികൂടം പോലൊരു രൂപം ഇരിപ്പുണ്ട്. അവൻ അതിനെ പാസ് ചെയ്ത് പോയതും പെട്ടെന്ന് അതൊരു സന്യാസിയുടെ രൂപമായിട്ട് മാറുന്നു. അയാളാണ് ഈ അമ്പലത്തിന്റെ കാവൽക്കാരൻ. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ഉള്ളില് ഒരു കടുവയുടെ ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. ആവശ്യമില്ലാതെ ഒന്നിനെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നീ തേടി വന്നത് എന്ത് തന്നെ ആയാലും അത് നിനക്ക് കിട്ടില്ല. കാരണം 500 വർഷമായിട്ട് ഇവിടെ പൂട്ടിക്കിടക്കുവാ. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാ. അതുകൊണ്ട് 500 വർഷത്തിന് ശേഷം ഇത് തുറക്കാൻ പോകുന്ന ആള് ഞാനായിരിക്കും. ഇത് കേട്ട് ദേഷ്യം വന്നതും ആ സന്യാസി തന്റെ അനുയായികളെ വിളിക്കുന്നു. വന്ന പാടെ തന്നെ അവര് മ്യൂങ്കുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. മ്യൂങ്കും തിരിച്ച് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ഒരു വെട്ട് പോലും അവരുടെ ആരുടെയും ദേഹത്ത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാവരും ഈ സ്ഥലത്തെ സംരക്ഷിക്കുന്ന ആത്മാക്കളായിരുന്നു. അത്രയും പേരുണ്ടായത് കൊണ്ട് തന്നെ അവൻ അധികം പിടിച്ചു നിൽക്കാനുമായില്ല. അവസാനം എല്ലാവരും കൂടി ചേർന്ന് അവനെ പിടിച്ചു കെട്ടുന്നു. അവനെ കൊന്നുകളയാനായിട്ട് അയാൾ ഉത്തരവിട്ടതും അടുത്ത നിമിഷം തന്നെ മ്യൂങ്ക് തന്റെ പവർ ഉപയോഗിച്ച് അവരെല്ലാവരും എരിച്ചു കളയുന്നു. തീ ഉണ്ടാക്കാനുള്ള ശക്തി അവനുണ്ടല്ലോ, അത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവൻ ഇല്ലാതാക്കി. അങ്ങനെ എല്ലാവരും ഇല്ലാതായതും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു മണിശബ്ദം കേൾക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്നും അവനൊരു കൊച്ചു പെൺകുട്ടി എടുത്തോണ്ട് വരുന്നതാണ്. മാത്രമല്ല അവളുടെ കണ്ണും കെട്ടിയിരിക്കുകയാണ്. ഈ കുട്ടി ആരാണെന്നൊക്കെ വഴിയെ പറയാം. അവൻ ആ കുട്ടിയും എടുത്തുകൊണ്ടുവന്ന് നേരെ ലിയോൺ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഇറക്കുന്നത്. നിനക്ക് ഈ ബെല്ലല്ലേ വേണ്ടത്? ദാ എടുത്തോ. പകരം അകത്തേക്ക് പോയിട്ട് നിന്റെ ഈ മനോഹരമായ കണ്ണുകൾ ലിയോണിനെ കാണിക്കണം. അതും പറഞ്ഞ് അവൻ ആ പെൺകുട്ടിയുടെ കണ്ണിലെ കെട്ടഴിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. കണ്ണിലെ കെട്ടഴിഞ്ഞതും അവൾ നേരെ ആ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. നേരെ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ലിയോൺ കിടക്കുന്ന റൂമിന്റെ മുന്നിലും. ഇതേ സമയം ഉറക്കത്തിനിടയിൽ തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് ലിയോൺ കണ്ണു തുറന്നത്. നീ എന്തിനാ അത് ചെയ്തത്? എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചു അല്ലേ? ഇത് കണ്ട് പേടിച്ചു പോയ ലിയോൺ അവളെ തള്ളി വിട്ടിട്ട് ചാടി എണീറ്റതും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി? ഈ മുറിയിൽ ആരും ഉണ്ടായിരുന്നു? ആര്? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടതാ, പക്ഷേ അത് ഞാൻ ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു. ലീറാങ്ങിനും ഷിന്നിനും അവൻ എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ ആയതും കാര്യമായിട്ടിരുന്ന് മുഖം കഴിയുന്ന നമ്മുടെ ഷിന്നിനെയാണ് കാണിക്കുന്നത്. മുഖം കഴുകി തിരിഞ്ഞതും അവന്റെ അടുത്തേക്ക് വന്ന ഹോങ്ചുനെ കണ്ടവൻ ഞെട്ടിപ്പോയി. കാരണം ഇവർ തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. മാസ്റ്റർ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കാരണം ഈ സ്ഥലം എന്റെയാണ്. എത്ര ധൈര്യമുണ്ടായിട്ടാടാ എന്റെ അടുത്തുനിന്ന് നീ ലിയോണിന്റെ അടുത്തേക്ക് ഓടിപ്പോയത്? ഇവർ തമ്മിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സീസൺ 1 ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതില് ആരുടെ കയ്യിൽ നിന്നും ഷിൻ ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്കല്ലേ അവൻ ലിയോണിന്റെ അടുത്ത് എത്തിപ്പെട്ടത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹോങ്ചു തന്നായിരുന്നു. ഇത് എന്റെ കാടാ, ഇവിടെ ഉള്ളതല്ല എന്റതും. ഇതിനുശേഷം എന്റെ കണ്ണിലെങ്ങാണെന്ന് നീ പെട്ട അന്ന് നിന്റെ കൈയും കാലും ഞാൻ അടിച്ചോടിക്കും. ആ സംഭവത്തിന് ശേഷം അവർ ഇന്നാണ് പിന്നെ കാണുന്നത്. താൻ ഇവിടെ വന്നത് ടൈം ട്രാവൽ ചെയ്തിട്ടാണെന്നൊന്നും അവളോട് പറയാൻ പറ്റില്ലല്ലോ. വാക്ക് പറഞ്ഞതുപോലെ തന്നെ അവനെ വീണ്ടും കണ്ടതും അവൾ അവനെ എടുത്തിട്ട് അടിച്ച് ഇഞ്ച പരുവാക്കുവാണ്. എന്നാൽ അവിടേക്ക് ലിയോൺ വരുന്നെന്ന് മനസ്സിലാക്കിയതും അവൾ പെട്ടെന്ന് അടവ് മാറ്റി. നിന്നെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഷീൻ. നിന്നെ കാണാൻ എന്ത് സുന്ദരനാ. രണ്ടുപേരും കൂടി അത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ലിയോണിന് അപ്പോഴാണ് കാര്യം കത്തിയതും. എന്നാലും ശത്രുക്കളായിരുന്നു ഇവരങ്ങനെ ഒന്നായി. പിറ്റേന്നായതും ലിയോണും ലീറാങ്ങും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ലീറാങ്ങിന്റെ വയറ് നിറഞ്ഞിട്ടും തിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ വായിലേക്ക് കുത്തി കയറ്റി കൊടുക്കുന്നു. ഇമാതിരിയുള്ള ലിയോണിന്റെ പെരുമാറ്റമൊന്നും ലീറാങ്ങിന് പിടിക്കത്തേയില്ല. പക്ഷെ എന്നാലും ലിയോൺ അങ്ങനെ ചെയ്യൂ. ഈ സമയത്താണ് ഹോങ്ചോ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ മുഖമുടിയുടെ കാര്യം എന്തായി? സോറി, ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കില്ല, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ആ പെണ്ണ് ആരാണെന്നല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? എങ്ങനെയാ
നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? ലീറാങ് അത് ചോദിച്ചതും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ലിയോൺ, മ്യൂങ് പിന്നെ ഹോങ്ജു 3 പേരും കുഞ്ഞായിരിക്കുന്ന സമയം. കുഞ്ഞിലെ മുതലേ 3 പേരും കൂട്ടുകാരാണ്. ആ സമയത്ത് തന്നെ അവരെ 3 പേരും പരസ്പരം സത്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും പരസ്പരം സംരക്ഷിക്കണം. 3 കൂട്ടുകാരുടെയും പ്രതിജ്ഞയാണത്. അപ്പോ നീ ആ പ്രോമിസ് തെറ്റിച്ചോ? അതെ, അതൊക്കെ എപ്പോഴേ തെറ്റിപ്പോയി. ആ പ്രോമിസ് തെറ്റിച്ചത് പോലെ ലിയോൺ ആയിരുന്നു. അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെർവന്റ് വന്ന് ലിയോണിനെ കാണാൻ ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതാരായിരിക്കും? അതറിയാൻ വേണ്ടി അവനും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇവിടെ ഇതേ സമയം ഹോങ്ജു കാണാൻ വന്നത് മ്യൂങ്ങിനെയായിരുന്നു. അവളെ കണ്ട ഉടനെ അവൾക്ക് സമ്മാനമായിട്ട് അവൻ കുറച്ച് വെള്ളപ്പൂക്കൾ കൊടുക്കുന്നു. പിന്നീട് പഴയ കാര്യങ്ങളൊക്കെ കുറെ അവർ സംസാരിക്കുന്നുണ്ട്. നിന്റെ ജോലിയിൽ നീ എന്തോ തെറ്റ് കാണിച്ചെന്നും അതിനു പകരമായിട്ട് അവര് നിന്നെ ശിലയാക്കി മാറ്റിയെന്ന് കേട്ടല്ലോ. സത്യമാണ്, തെറ്റ് ചെയ്തത് ഞാനാ. അതിനു പകരം 100 വർഷത്തേക്ക് അവരെന്നെ ശിലയാക്കി മാറ്റി. അതൊക്കെ പോട്ടെ, നിന്റെ മാതാപിതാക്കളൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമല്ലേ? അവരാരും ഇപ്പോൾ ജീവനോടെ ഇരിപ്പില്ല. ഞാനൊരു മൗണ്ടൈൻ ഗോഡായി മാറിയ ശേഷം എല്ലാവരെയും സംരക്ഷിക്കണമെന്നാ കരുതിയത്. പക്ഷേ അതിനു മുമ്പേ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു. അന്നു മുതലേ ഈ നിമിഷം വരെ ഞാൻ ഒറ്റയ്ക്കാ. നീയും നല്ലവനായിരുന്നല്ലോ, പിന്നെ എന്തിനാ ലിയോണിനോട് ഇത്രയും ദേഷ്യം? മുഖമറിയാതിരിക്കാനായിട്ട് മുഖംമൂടി ഇട്ടുകൊണ്ട് നടക്കുന്നു. ലീറാങ്ങിനെ കുത്തി വീഴ്ത്തുന്നു. ഇതൊക്കെ എന്തിനാ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ നഷ്ടമായാൽ ആ വേദന എന്തുമാത്രമുണ്ടെന്ന് അവനും അറിയണം. എന്റെ ബ്രദർ മരിച്ചതു മുതൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? മ്യൂങ് പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് പോലും മനസ്സിലായത്. പിന്നീട് കാണിക്കുന്നത് ലിയോണിനെയാണ്. തന്നെ അന്വേഷിക്കുന്ന ആളെയും തേടി നടന്നു വരുമ്പോൾ അവൻ കാണുന്നത് തന്നെയും കാത്തു നിൽക്കുന്ന ഹോങ്ജുനെയാണ്. എന്നെ കാത്തിരുന്നത് നീയാണോ? എന്നാൽ അവനത് പറഞ്ഞതും പെട്ടെന്നാണ് അവന് തന്റെ കണ്ണ് മങ്ങുന്നത് പോലെ തോന്നുന്നത്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവന്റെ കണ്ണ് മുഴുവനും ഇരുട്ടായി മാറി. എന്ന് വെച്ചാൽ കണ്ണിന്റെ നിറമെല്ലാം മാറി അവനിപ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റാതായതും അവൻ ശരിക്കും പേടിച്ചുപോയി. ഹോങ്ജുവിനാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല. ഹോങ്ജു, നീ ഇതെവിടാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് മ്യൂങ് പുറകിൽ കൂടി വന്ന് അവൻ വെട്ടാൻ നോക്കുന്നത്. എന്നാൽ ആ നിമിഷം തന്നെ ഹോങ്ജു അതിനെ തടയുന്നു. എന്താ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട് ലിയോൺ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അതും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഹോങ്ജുവിന് 2 പേരെ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് മ്യൂങ്ങിന്റെ പേര് അവൾ ലിയോണിനോട് പറയാഞ്ഞതും. വീട്ടിൽ തിരിച്ചെത്തിയ ലിയോൺ ആണെങ്കിൽ കണ്ണും കാണാൻ പറ്റാതെ ആ വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട്. പ്രഭു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആദ്യം നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കെ. ഷിൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ലിയോണിനെ പരിശോധിച്ചു നോക്കുന്നു. പക്ഷെ ഇരുട്ടല്ലാതെ ലിയോണിനൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണെന്ന് കാര്യം പറയടാ. പ്രഭു, നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഷിൻ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രിയിൽ കണ്ട പെൺകുട്ടിയെ അവൻ ഓർമ്മ വരുന്നത്. അതിന്റെ കണ്ണുകൾ കണ്ട ശേഷമാണ് ഇങ്ങനെല്ലാം ഉണ്ടായത്. പിന്നീട് കാണിക്കുന്നത് ആ പെൺകുട്ടിയാണ്. അവളിപ്പോൾ മ്യൂങ്ങിന്റെ കൂടെയാണുള്ളതും. നിങ്ങൾക്ക് എന്റെ പേരെന്താണെന്ന് പറയാവോ? അതിനെന്താ പ്രസക്തി? അത് പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്റെ കണ്ണിലെ കെട്ടഴിക്കുന്നു. ഈ സമയത്താണ് ഹോങ്ജു അങ്ങോട്ടേക്ക് വരുന്നതും. അത് കണ്ടതും അവളുടെ കണ്ണിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി മ്യൂങ് ആ കുട്ടിയെ പെട്ടെന്ന് തിരിച്ചു നിർത്തി. അവളുടെ കണ്ണിലേക്ക് നോക്കരുത്. ഈ കുട്ടി ഏതാ? എന്റെ പേര് സൈത്താനി. പേര് കേട്ടതും ഹോങ്ജു ഞെട്ടിപ്പോയി. കാരണം അതൊരു സാത്താനാണ്. മ്യൂങ്, നിനക്ക് തലയ്ക്ക് വട്ടായോ? നീ ഒരു സാത്താനെയാണോ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നേക്കുന്നത്? ലിയോണിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? കണ്ണു കാണാതെ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അല്ലേ? അവനോട് നിനക്കെന്താ എത്ര ദേഷ്യം? കാരണം അവൻ വാക്ക് തെറ്റിച്ചു. വാക്കോ? മരണം വരെ പരസ്പരം സംരക്ഷിക്കുമെന്ന നമ്മൾ ചെയ്ത പ്രതിജ്ഞ. എന്നാൽ ഒരുത്തനാണെങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിച്ച് അവന്റെ കടമകൾ മുഴുവനും മറന്നു. നീയാണെങ്കിലോ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കല്ലായി മാറിയിരിക്കുന്നു. നിങ്ങൾ 2 പേരും കൂട്ടുകാരായിട്ട് എപ്പോഴും എന്റെ കൂടെ കാണുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോ പോലും നിങ്ങൾ ആരും എന്നെ സഹായിക്കാൻ വന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടപ്പോഴോ ഏറ്റവും വലിയ ശത്രുക്കളും. അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു. അടുത്ത ഷൂട്ടിലെ ലിയോണിനെയാണ് കാണിക്കുന്നത്. എന്നാലും ആ പെൺകുട്ടിയെ കുറിച്ച് ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു. വെറുതെ ഒന്ന് നോക്കിയാൽ ഇങ്ങനൊക്കെ സംഭവിക്കുവോ? അങ്ങനത്തെ ഭൂതത്തെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. പ്രശ്നം അതല്ല, അവളെ വിട്ട് എനിക്ക് ശാപം നൽകിയത് വേറെ ആരോ ആണ്. അതും കൃത്യമായിട്ട് ഈ അഡ്രസ്സിലേക്ക്. അതിനി ആ മുഖംമൂടിക്കാരനായിരിക്കുവോ? ഷിൻ, എത്രയും പെട്ടെന്ന് എന്റെ കണ്ണുകൾ ശരിയാക്കണം. തീർച്ചയായിട്ടും ഞാൻ ഇതിനൊരു വഴി കണ്ടുപിടിക്കും. അതും പറഞ്ഞ് ഷിൻ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവിടെ ലിയോണിൽ ലീറാങ് മാത്രമേ ഉള്ളൂ. ലിയോണിനെ നോക്കിക്കൊണ്ട് അവൻ പതിയെ തന്റെ കൂടാലി പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോഴും നിനക്ക് എന്റെ സംശയമാണല്ലേ? അതെ, നീ എന്റെ അടുത്ത് നിന്ന് എന്തോ സത്യം മറയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്ന ലിയോണും ഇങ്ങനല്ല. നീ ശരിക്കും വേറൊരാളെ പോലാ. നിനക്കൊന്നൊരു ഫാമിലി ഉണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും സന്തോഷവാനായിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് രാക്ഷസന്മാരെ കണ്ടിട്ടുണ്ട്. മരിക്കാറായിട്ട് പോലും ഞാൻ എന്റെ ജീവനെ കുറിച്ച് ഓർത്ത് ഒരു തുള്ളി പോലും പേടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ശരിക്കും പേടി തോന്നുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് ആരും സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പേടി. ലീറാങ്ങിനും അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കണ്ണ് കാണാത്തത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഫുഡ് കഴിക്കുന്നതും. എന്തൊക്കെയായാലും സ്വന്തം ചേട്ടനല്ലേ, അവനെ കണ്ണിനെ കണ്ടൂടാ എങ്കിലും ആ അവസ്ഥയിൽ അവനെ കഷ്ടപ്പെടുത്താൻ വയ്യായിരുന്നു. ഹോ, എന്റെ ഒരു ഗതികേട്. അതും പറഞ്ഞ് അവൻ ആ ഫുഡ് പിടിച്ചു മേടിച്ച് അവൻ തന്നെ അത് കോരി കൊടുക്കുന്നു. പക്ഷേ കുത്തിക്കയറ്റിയാണ് കൊടുക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ലിയോൺ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ ഇത് എവിടെ പോവാ? സ്വന്തമായിട്ട് നടക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് ലിയോൺ തെറ്റായ ദിശയിലേക്ക്
മുന്നിലേക്ക് നടന്നതും ലീറാങ് അവന് നടക്കാനുള്ള കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കുന്നു. അവൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ലിയോൺ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. പക്ഷേ സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ, അവനെ എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാം ആ പണിയെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. അവിടെ കണ്ടു കിടന്ന ആ പട്ടിയുടെ ഉണങ്ങി അപ്പി ഒരിടത്ത് കൈവച്ച് കൊടുത്തു. അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. കണ്ണു കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ലീറാങ്ങിന്റെ അന്ത്യമായേനെ. രണ്ടെണ്ണം ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 4-ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.